वीरों की गाथा सुनाने, देश प्रेम सबके मन में जगाने लेकर आए हैं कृष कृष और बाल्टी बॉय। भारत है ഞാനാണ് സംസ്കൃതി. ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയ. പറഞ്ഞു വന്നാ ഞാനൊരു ശംഖ് മാത്ര. ഭാരതത്തിന്റെ എല്ലാ ചരിത്രങ്ങളും, എല്ലാ പുരാണ കഥകളും, ഭാരതീയരുടെ സംസ്കാരവും ഓരോ കഥയും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. കൃഷും ട്രിഷും പിന്നെ ബാൾട്ടി ബോയിയും എന്റെ കൂട്ടുകാരാണ്. അവരാണ് കഥ പറയുന്നത്. ശരിയായ വിവരങ്ങൾ നൽകി നിങ്ങളെ സഹായിക്കുക എന്നതാണ് എന്റെ ജോലി. അതിരിക്കട്ടെ, നിങ്ങൾക്കും കഥ കേൾക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ എന്റെ കൂടെ വരൂ, നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. നമസ്കാരം കൂട്ടുകാരെ. ഗുഡ് മോർണിംഗ് സംസ്കൃതി. ഷെടാ, നീ എഴുന്നേറ്റിട്ടും കൃഷും ബാൾട്ടി ബോയും ഇതുവരെ എഴുന്നേറ്റിട്ടേ ഇല്ലല്ലോ. എന്ന് വെച്ചാ ഇവർക്ക് കഥ കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് തോന്നുന്നല്ലോ. സ്റ്റോറിയോ? ബാൾട്ടി ബോയ് എഴുന്നേക്കടാ, ദേ ട്രിഷി കഥ പറയാൻ പോവാ. സ്റ്റോറിയോ? ഓക്കേ ക്രിഷ്, ദാ എഴുന്നേറ്റു. എന്താ ഇത്? ഈ എലിമെന്റാലിയൻ എന്തിനാ ഇങ്ങനെ അറ്റൻഷൻ ആയിട്ട് നിൽക്കുന്നേ? ട്രിഷ്, വാ കഥ കേക്കാം. കഥയൊക്കെ പറയാം, പക്ഷെ അതിനു മുമ്പ് വെള്ളക്കാർക്കെതിരെ ധൈര്യത്തോടെ പോരാടിയ ഭാരതത്തിലെ ആദ്യത്തെ റാണി ആരാണെന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. ഞാൻ പറയട്ടെ ട്രിഷ്? പറയൂ ബാൾട്ടി ബോയ്. റാണി ലക്ഷ്മി ബായ്. ഇതാണോ ഇത്ര വലിയ കാര്യം? ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്നതല്ലേ? ഉത്തരം തെറ്റാണ്. ഡിയർ സംസ്കൃതി, ഇവരെല്ലാം ബുദ്ധി വെക്കാൻ വേണ്ടി എന്താണ് കഴിക്കേണ്ടത്? എല്ലാ ദിവസവും ഒരു പിടി ബദാം കഴിക്കണം. ബദാമൊക്കെ കഴിക്കാം, പക്ഷെ ഇതിന്റെ ഉത്തരം എന്താണെന്ന് പറയൂ. റാണി അബ്ബക്കാദേവി അഥവാ അഭയ റാണി ചോട്ടാ രാജവംശത്തിലെ രാജ്ഞിയായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ മാത്രമല്ല പഠിക്കേണ്ടത്, അതിൽ നിന്നെന്തെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയും പ്രചോദനം ഉൾക്കൊള്ളാൻ വേണ്ടിയും അറിഞ്ഞിരിക്കണം. ഡിയർ സംസ്കൃതി, സ്റ്റോറി മോഡ് ഓൺ. നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കർണാടകയിലെ തുളുനാട് എന്ന പ്രദേശത്ത് ചൗട്ടാ രാജവംശത്തിന് കീഴിലുള്ള ഒരു ചെറിയ രാജ്യമുണ്ടായിരുന്നു, ഉലാൽ. അവിടുത്തെ റാണിയായിരുന്നു അബക്കാദേവി. 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യക്ക് ഓട്ടോമൻ എംപയറുമായി വളരെ ശക്തമായ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ, സ്വർണം, മുത്തുകൾ, പരുത്തി മുതലായവയ്ക്ക് ഓട്ടോമൻ ചന്തയിൽ നിന്നും വളരെ വലിയ വില കിട്ടുമായിരുന്നു. നിങ്ങളുടെ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ കാരണം ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ രുചി തന്നെ മാറിപ്പോയി. ഉല്ലാലിന്റെ റാണി അബക്കാദേവിയോട് തീർച്ചയായും ഞങ്ങളുടെ നന്ദി അറിയിക്കേണ്ടതാണ്. ഉറപ്പായും ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരാം. റാണി അബക്കാദേവിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കൊട്ടാരത്തിൽ കഴിയുന്നതിനേക്കാൾ പ്രജകൾക്കിടയിൽ സമയം ചെലവഴിക്കുന്നതായിരുന്നു അവർക്ക് കൂടുതൽ താല്പര്യം. റാണി, ഇത്തവണ ഏലക്കയുടെയും കുരുമുളകിന്റെയും വിളവ് വളരെ മികച്ചതാണ്. ആഹാ, ഇത്തവണ നിങ്ങൾക്ക് കൂടുതൽ മികച്ച വില കിട്ടുമെന്ന് ഉറപ്പാണ്. റാണി അബക്കയുടെ പ്രജകൾക്കെല്ലാം റാണിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. പക്ഷേ അവരുടെ ഭർത്താവ് ലക്ഷ്മപ്പയ്ക്ക് അവരുടെ പ്രവർത്തികൾ പലതും ഇഷ്ടമായിരുന്നില്ല. മഹാറാണി, നിങ്ങളെ ചെയ്യുന്നതൊന്നും ശരിയല്ല. പ്രഭോ, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ അങ്ങൊരു കാര്യം മറക്കാൻ പാടില്ല. മംഗളൂരു ബംഗാളിയുടെ ഒരു ഭാഗമാണ്. താങ്കൾ ബംഗാളിയുടെ മഹാരാജാവാണ്. പറങ്കികൾ മംഗളൂരു കോട്ടയെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി എന്നത് താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും താങ്കൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നിങ്ങളുടെ ഉല്ലാലും എന്റെ ബംഗായിയും രണ്ടും ചെറിയ രാജ്യങ്ങളാണ്. പറങ്കികളുടെ പട യഥാർത്ഥത്തിലും നമ്മളെക്കാൾ വളരെ ശക്തിയുള്ളതാണ്. അവരോട് സൗഹൃദം സ്ഥാപിക്കുന്നതാണ് നമുക്ക് നല്ലത്. പറങ്കികൾ ഒരിക്കലും നമ്മുടെ സുഹൃത്തുക്കളാകാൻ പോകുന്നില്ല. താങ്കൾ എന്റെ ഭർത്താവാണ്, പക്ഷേ ഉല്ലാലിന്റെ സംരക്ഷണം എന്റെ ധർമ്മമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ഈ നിമിഷം മുതൽ ആ പറങ്കി പട്ടാളത്തിന് ഉല്ലാൽ എല്ലാ വർഷവും കൊടുക്കുന്ന കപ്പം കൊടുക്കില്ല. അതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഇനി എന്റെ തീരുമാനം കൂടി കേൾക്ക്. നിങ്ങളുടെ ഈ ഉല്ലാൽ രാജ്യത്തിലേക്ക് ഞാനിനി കാലെടുത്തു വയ്ക്കില്ല. ഇനി എന്നിൽ നിന്നും മേലിൽ യാതൊരു സഹായവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല.
സത്യമാണ് റാണി പറഞ്ഞത്. പോർച്ചുഗീസുകാർക്ക് ആരുടെയും സുഹൃത്തുക്കളാവാൻ കഴിയില്ല. ഓട്ടോമൻ എംപയറിൽ നിന്ന് ട്രേഡിംഗ് കഴിഞ്ഞ് കടൽ മാർഗം വന്നുകൊണ്ടിരുന്ന നമ്മുടെ കപ്പലുകളെ പോർച്ചുഗീസ് പട്ടാളക്കാർ ആക്രമിച്ചു. ഇത് പറങ്കികളുടെ കപ്പലാണല്ലോ. എല്ലാവരും തയ്യാറായിരിക്കുക. ഘോരമായ യുദ്ധം നടന്നു. അതിൽ പോർച്ചുഗീസ് പട്ടാളക്കാർ നമ്മുടെ ആൾക്കാരുടെ കപ്പലുകളെ കീഴടക്കി. അതിനുശേഷം നമ്മുടെ കമാൻഡറെ തടവിലാക്കി. കൊള്ളയടിക്കപ്പെട്ട മുതലുകളും തടവിലുള്ളവരെയും മംഗലാപുരം കോട്ടയിലേക്ക് കൊണ്ടുപോയി. അവിടം കമാൻഡർ റിബാരോയുടെ കമാൻഡിലായിരുന്നു. ഉലാലിന്റെ അയൽപ്പക്ക രാജ്യങ്ങളിലെല്ലാം അറിയിപ്പ് കൊടുക്ക്. ഉലാലിന്റെ മഹാറാണി അബക്കാദേവിയെ സഹായിക്കുന്നവരെയും അവരുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നവരെയും കുറ്റവാളികളായി കണക്കാക്കുന്നതാണ്. മാത്രമല്ല, ഉലാൻ ഇനി മുതൽ ഇരട്ടി നികുതി അടയ്ക്കേണ്ടി വരും. എന്നാലേ അവർക്ക് വ്യാപാരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റാണി അബാക്ക ഈ വിവരം അറിഞ്ഞതും ഉടൻ തന്നെ കമാൻഡർ റിബാരോയ്ക്ക് ഒരു സന്ദേശം അയച്ചു. കമാൻഡർ റിബേരോയെ എന്റെ സന്ദേശം നിങ്ങൾ അറിയിക്കണം. എത്രയും പെട്ടെന്ന് എന്റെ കപ്പലും എന്റെ നാവികരെയും എന്റെ ചരക്കുകളും തിരിച്ചേൽപ്പിക്കണം. അതുകൂടാതെ അവർ കൊന്ന ആളുകൾക്കും എനിക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾക്കും പകരമായി 1000 സ്വർണ്ണ നാണയങ്ങൾ നഷ്ടപരിഹാരമായി നൽകണം. നഷ്ടപരിഹാരം? ഈ വാർത്ത കേട്ട് റിബാരോ അത്ഭുതപ്പെട്ടു പോയി. ട്രിഷ്, ഈ പറങ്കിപ്പട്ടാളം റാണി അബക്കയെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിരുന്നത്? ഇവരാരായിരുന്നു? മലബാർ തീരം, അത് വടക്കേ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. അവിടെ വെച്ചാണ് പോർച്ചുഗീസുകാർ സുഗന്ധവ്യഞ്ജനം കച്ചവടം ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ പോർച്ചുഗീസുകാരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെട്ടു. പക്ഷെ അത് അവരെ കൂടുതൽ അത്യാഗ്രഹികളാക്കി മാറ്റി. സൗഹൃദം അഭിനയിച്ച് അവർ നമ്മളെ ചതിക്കാൻ തുടങ്ങി. പതിയെ പതിയെ നമ്മുടെ തീരദേശ രാജ്യങ്ങളെ അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തുടങ്ങി. പോർച്ചുഗീസുകാർ നമ്മുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളെ മുഴുവനായും കീഴ്പ്പെടുത്തി. എന്നിട്ട് ഗോവയെ അവരുടെ തലസ്ഥാനമാക്കി മാറ്റി. അതിനർത്ഥം അവർ കച്ചവടക്കാരല്ല, കടൽക്കൊള്ളക്കാരായിരുന്നു. അതെ അതെ. പിന്നെന്ത് സംഭവിച്ചു ട്രിഷ്? പിന്നീട് ആക്രമണം. പോർച്ചുഗീസ് പടയാളികൾ നമ്മുടെ ആൾക്കാരെ ആക്രമിക്കുന്ന സമയത്ത് റാണി അബാക്ക ദേവിയും തയ്യാറായി തന്നെ ഇരുന്നു. ഞാൻ എന്റെ അമ്മ മഹാറാണി ഹിറിയ അബക്ക ദേവിക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കും. ഉല്ലാലിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും പോരാടും. മംഗളൂരു കോട്ടയെ 4 ഭാഗത്തു നിന്നും വളഞ്ഞ് നമ്മുടെ സേന തിരിച്ചു പിടിച്ചിരിക്കും. നമുക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഉല്ലാലിന്റെ സുരക്ഷ. ഒരു ഭയങ്കരമായ യുദ്ധത്തിനു ശേഷം റാണി അബക്കയുടെ മികച്ച സേനയ്ക്ക് മുന്നിൽ പോർച്ചുഗീസ് സേന തോൽവിയുടെ രുചി അറിഞ്ഞു. ഇതുകണ്ടു പേടിച്ച കമാൻഡർ റിബേരോ അവിടെ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ റാണി അബക്ക മംഗളൂരു കോട്ട തിരിച്ചു പിടിക്കുക മാത്രമല്ല, അവിടെ തടവിലാക്കിയിരുന്ന തന്റെ നാവികരെയും സൈനികരെയും രക്ഷിക്കുക കൂടി ചെയ്തു. ഉല്ലാലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ സാധനങ്ങൾ മാത്രമല്ല, കൂടാതെ പോർച്ചുഗീസ് സേനയുടെ 4 കപ്പലുകൾ കൂടി അവർ പിടിച്ചെടുത്തു. ഇത് പോർച്ചുഗീസുകാരുടെ മുഖത്ത് ഒരിക്കലും മായ്ക്കാനാകാത്തൊരു കളങ്കമായി തീർന്നു. ക്യാപ്റ്റൻ റിബാരോ രക്ഷപ്പെട്ട് ഗോവയിലുള്ള പോർച്ചുഗീസ് ഗവർണറുടെ അടുത്ത് എത്തിയപ്പോൾ റാണി അബാക്കയെ പേടിച്ചോടി വന്നിരിക്കുന്നു. കിട്ടിനോ? എത്രയും പെട്ടെന്ന് ഉല്ലാൽ പിടിച്ചടക്കണം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് 20 യുദ്ധക്കപ്പലുകളും 3000 സൈനികരുമായി കമാൻഡർ കുട്ടിനോ ഉല്ലാലിനെ ആക്രമിച്ചു. എന്നാൽ റാണി അബാക്ക എല്ലാവിധ സന്നാഹങ്ങളോടും കൂടിയായിരുന്നു ഇരുന്നത്. പോർച്ചുഗീസ് പടയാളികൾക്ക് ചുട്ട മറുപടി കൊടുക്കാനുള്ള മാർഗം അവരുടെ പക്കലുണ്ടായിരുന്നു. അവർ ചകിരിയെടുത്ത് എണ്ണയിൽ മുക്കിയ ശേഷം ആ ചകിരി അമ്പിന്റെ മുനയിൽ വെച്ചുകെട്ടി അത് കഴിഞ്ഞ് അതിന് തീ കൊടുത്ത് അമ്പ് പോർച്ചുഗീസ് കപ്പലുകൾക്ക് നേരെ അവർ തൊടുത്തുവിട്ടു. കുട്ടിനോയുടെ പാതി പടയാളികൾക്ക് പോലും സമുദ്രത്തിന്റെ തീരത്തേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചില്ല. അതിനുശേഷം റാണി
തന്റെ സൈന്യത്തോടൊപ്പം വീണ്ടും ആക്രമണം ആരംഭിച്ചു. റാണി അബക്കയും അവരുടെ സൈനികരും ചേർന്ന് 4 ദിവസത്തോളം പോർച്ചുഗീസ് പട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങനെ സ്വന്തം അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അവർ പാലിച്ചു. ഉല്ലാലിന്റെ മണ്ണിനെ പിന്നീട് ഒരു പോർച്ചുഗീസുകാരും ഭരിക്കാൻ അവർ അനുവദിച്ചില്ല. അബക്ക മഹാറാണിയുടെ കാലശേഷം അവരുടെ ധീരകളായ 2 പെൺമക്കൾ ഉല്ലാലിനെ സംരക്ഷിച്ചു. പിന്നെ കർണാടകത്തിൽ നാടോടി നൃത്തത്തിലൂടെ ഇന്നും അബക്ക ദേവിയുടെ കഥ പറഞ്ഞു വരുന്നുണ്ട്. അതിനിന്നും തുളുനാട്ടിലെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രചാരമുണ്ട്. അതുമാത്രമല്ല, എല്ലാ വർഷവും അബക്ക മഹാദേവി ഫെസ്റ്റിവൽ ഇവിടെ നടത്താറുണ്ട്. അതുമാത്രമല്ല, നമ്മളോട് ഈ കഥ പറഞ്ഞ ട്രിഷിന് കിട്ടുന്നു റാണി അബക്ക മഹാദേവി അവാർഡ്. കഥ പറയുന്നതിനല്ല, പക്ഷെ ഇങ്ങനൊരു അവാർഡ് എല്ലാ വർഷവും തുളുനാട്ടിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അബക്ക മഹാറാണിയെ പോലുള്ള ധീര വനിതകൾക്ക് ഇന്നും കൊടുത്തു വരുന്നുണ്ട്. കറക്റ്റ് അല്ലേ സംസ്കൃതി? കറക്റ്റ്. അല്ല ട്രിഷ്, ഒരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാ ഇവളുടെ പേര് സംസ്കൃതി എന്ന് വെച്ചിരിക്കുന്നേ? സംസ്കൃതി നീ തന്നെ പറയേ. ഭാരതത്തിന്റെ സംസ്കാരം വളരെ വിഭിന്നവും വിശാലവും ഭവ്യവുമാണ്. നിങ്ങളെ എല്ലാവരെയും അത് പരിചയപ്പെടുത്തി തരിക എന്നതാണ് എന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് എനിക്ക് സംസ്കൃതി എന്ന് പേരിട്ടിരിക്കുന്നത്. ഞാൻ എല്ലാ ഭാരതീയന്റെയും മനസ്സിലാണുള്ളത്. സുഹൃത്തുക്കളെ, എന്നെ നിങ്ങളാണ് സംരക്ഷിക്കേണ്ടത്. അഭിമാനത്തോടെ പറയേ. ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കാണുമ്പോ എന്ത് രസമായിരിക്കും. ക്രിഷ് ട്രിഷ് ബാൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. സ്റ്റേ ട്യൂൺഡ്.